ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈഫ് ഇൻ ന്യൂസിലാൻഡ്. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഓക്ലൻഡിലെ സിറ്റി ലൈബ്രറിയിലാണ് കേട്ടോ. ഇതൊരു പബ്ലിക് ലൈബ്രറിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ലൈബ്രറിയിൽ വരുന്നത്. കാരണം ലൈബ്രറിയിൽ വരേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ ലൈബ്രറി ഉള്ളതുകൊണ്ട് എല്ലാത്തരം ബുക്സ് അവിടെ അവൈലബിൾ ആണ്. അതുകൊണ്ട് എനിക്കിവിടെ മെമ്പർഷിപ്പും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ ഇന്ന് ചേട്ടന് ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും കൂടെ പോകുന്നത്. ആ കൂട്ടത്തിൽ ലൈബ്രറിയൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു, നിങ്ങളെയും കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഒന്നുമില്ല, 3 ലെവലുണ്ട് കേട്ടോ. ഓരോ ലെവലിലായിട്ട് പല ടൈപ്പ് ബുക്സും കാര്യങ്ങളുമൊക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ തന്നെ സ്റ്റഡി സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഠിക്കാൻ ആളുകൾക്ക് വന്നിരുന്ന് പഠിക്കാനും എന്തെങ്കിലും റിസർച്ചൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, കൂടുതൽ അവരാണ് ഇവിടെ വരുന്നത്. ഭയങ്കര കാമാണ്, ഒരു ശബ്ദങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെയുള്ള ആൾക്കാർ വരുന്നതാണ് ഇവിടെ കണ്ടത്. ഇതെല്ലാം ഓരോ ടൈപ്പ് ബുക്സ് അവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. സയൻസ് ഫിക്ഷൻ ബുക്സ്, അതുപോലെ തന്നെ കിഡ്സിനൊരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ കിഡ്സിനായിട്ട്. ഇപ്പോൾ ഒരുപാട് പേരൻസ് കിഡ്സുമായിട്ട് ഇവിടെ വന്നിട്ട് അവരുടെ ബുക്സൊക്കെ ഉണ്ടല്ലോ, കിഡ്സിൻ്റെ കോമിക്ക്, പിന്നെ അവർ പഠിക്കുന്ന ടൈപ്പ് കാർട്ടൂൺ അങ്ങനെയൊക്കെ വരുന്ന ബുക്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രത്യേക സെക്ഷനൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഓഡിയോ ബുക്സിൻ്റെ കളക്ഷനാണ് കേട്ടോ. ഓഡിയോ ബുക്സിൻ്റെ കളക്ഷനാണ്. ഇതാണ് ഞാൻ പറഞ്ഞ കിഡ്സിൻ്റെ സെക്ഷൻ. കിഡ്സിൻ്റെ സെക്ഷനിൽ തന്നെ അവർ അവർക്ക് കളിക്കാനായിട്ടൊരു ചെറിയൊരു സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഈ ലൈബ്രറിയുടെ അകത്ത് തന്നെ. കണ്ടില്ലേ, ഇത് കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയൊരു സെക്ഷനാണ് കേട്ടോ. കാരണം ഒരുപാടൊന്നും അങ്ങനെ നമുക്ക് ലൈബ്രറിയിൽ അങ്ങനെ വയ്ക്കാൻ പറ്റില്ലല്ലോ. കാരണം ആൾക്കാർ വന്നിരുന്ന് വായിക്കുന്ന സ്ഥലമല്ലേ, അപ്പം കുറച്ച് സൈലൻസ് ആയിരിക്കണ്ടേ. അവിടെ കണ്ട താറാവാന്ന് തോന്നുന്നു, എന്താണോ എന്തോ ഇത്, ബബിലു അതിൽ കയറിയിരിക്കാൻ വാശി പിടിച്ചിട്ട് ഞാൻ കയറ്റി ഇരുത്തിയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഇവിടുത്തെ ഇൻഡിജിനസ് പീപ്പിളായ മൗറീസിൻ്റെ ലാംഗ്വേജ് ആട്ടോ. അപ്പം നമ്മൾ ഈ ന്യൂസിലൻഡിൽ എവിടെ പോയാലും ഇംഗ്ലീഷും കാണും, അതുപോലെ തന്നെ ഇവരുടെ ലാംഗ്വേജും എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ആദ്യം ഇവരുടെ ലാംഗ്വേജ് ആയിരിക്കും, അതിൻ്റെ താഴെ ഇംഗ്ലീഷിലും അവർ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ ആൾക്കാരുടെ ലാംഗ്വേജ് എപ്പോഴും ഏത് ബോർഡിലും അവർ മെൻഷൻ ചെയ്തിരിക്കും, അവർക്ക് വായിക്കാനായിട്ട് വേണ്ടിയിട്ട്. അപ്പം അവരുടെ ലാംഗ്വേജ് മൗറി ലാംഗ്വേജ് എന്ന് പറയും. കണ്ടില്ലേ, മറ്റേ ഞാൻ നേരത്തെ കാണിച്ച അതിൽ ബഹുലൂസ് കയറി കളിക്കുകയാണ്. ഇവൻ എന്തിനാ എഴയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. കാരണം അവൻ നടക്കുകയാണ്, അതിൽ കയറിയിരുന്ന് എഴയുവാണ്. അതിന് ചേട്ടൻ്റെ ആവശ്യമൊക്കെ കഴിഞ്ഞ് ചേട്ടനെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വിളിച്ചു അവനെ, പക്ഷെ അവൻ വരാനായിട്ട് കൂട്ടാക്കുന്നില്ല. അവിടെ ഇരുന്ന് എഴയുവാണ്, നടക്കുന്നില്ല, എഴഞ്ഞു കളിക്കും അതിനകത്ത്. അപ്പം ഇതിപ്പം ആദ്യത്തെ ലെവലല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു മുകളിലൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന്. അങ്ങനെ ഞാൻ മാത്രമായിട്ട് ലെവൽ 2ലും ലെവൽ 3ലും ഒക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ച് പോകുകയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, അവിടെയും ബുക്സും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു. പിന്നെ അവിടെ അത്രയ്ക്കും പറയണ്ടേ, ആൾക്കാരൊന്നും ഒത്തിരി ഇല്ല. ലെവൽ 1ലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത്. പിന്നെ ലെവൽ 2ൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ എനിക്ക് മെമ്പർഷിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ ബുക്സൊക്കെ എടുക്കുന്നത്, എത്ര ദിവസം കഴിഞ്ഞ് റിട്ടേൺ ചെയ്യണം, അതിനെ പറ്റിയിട്ടൊന്നും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പിന്നെ ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് പാർട്ട് ടൈം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഓക്ലൻഡ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് പാർട്ട് ടൈം ജോബ് ഒരുപാട് ഇവിടെ അവൈലബിൾ ആണ്. അപ്പം അതിൽ അപ്ലൈ ചെയ്താൽ പാർട്ട് ടൈമായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു, ഓക്ലൻഡ് കൗൺസിലിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അപ്ലൈ ചെയ്താൽ മതി, അപ്പോൾ പാർട്ട് ടൈം ജോബൊക്കെ കിട്ടും. കറൻ്റ്ലി ഇവിടെ ഫുള്ളാണ്, ഇപ്പം ആരെയും എടുക്കുന്നില്ല. ഫ്യൂച്ചറിൽ ആർക്കെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ, പാർട്ട് ടൈം ജോബൊക്കെ കിട്ടും. ഇത് ലെവൽ 3 ആണ് കേട്ടോ. ലെവൽ 3ലും സത്യത്തിൽ ലെവൽ 3ൽ ആൾക്കാർക്ക് പ്രവേശനമില്ല എന്നാണ് ഫ്രണ്ടിൽ എഴുതി വെച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ അകത്തോട്ട് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇവിടെ വരെ പോകാൻ പറ്റും കേട്ടോ, ഇവിടം വരെ എൻട്രി ഉണ്ട്. അതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് കയറാനായിട്ട് പറ്റില്ല. അത് കാരണം സ്റ്റാഫിന് മാത്രമേ ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെയാണ് അവർ ഫ്രണ്ടിൽ എഴുതി വെച്ചിരുന്നത്. പിന്നെ ഈ ലെവൽ 2ലാണ് ഈ ജസ്റ്റിസേഴ്സ് ഓഫ് ദി പീസ് ഇല്ലേ, അവരൊക്കെ ഇരിക്കുന്നത് ലെവൽ 2ലാണ്. അവരുടെ റൂമൊക്കെ ലെവൽ 2ലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർക്ക് അവരെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ ഓക്ലൻഡ് ലൈബ്രറിയിലെ ലെവൽ 2ലാണ് അവരെല്ലാം ഇരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലെവൽ 3 നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ലെവൽ 2ലും ലെവൽ 1ലുമാണ് ബുക്സും കാര്യങ്ങളൊക്കെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നതും. പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് ബബ്ലൂസിനെ വിളിക്കുകയാണ്. അപ്പം അവൻ വരാനായിട്ട് കൂട്ടാക്കിയില്ല. പിന്നെ എന്തായാലും നമ്മൾ
പിടിച്ച് സ്ട്രോളറിലിരുത്തി അങ്ങനെ കൊണ്ടുപോവാണ്. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ ഇന്ന്. കുറച്ച് റെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല കാറ്റുമായിരുന്നു. അതിന് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് പോവുകയാണ്. ഈ വഴി കണ്ടോ, ഈ വഴി പോയാൽ എൻ്റെ യൂണിവേഴ്സിറ്റി എത്തും കേട്ടോ. ഇതുവഴി പോയ എൻ്റെ യൂണിവേഴ്സിറ്റി, പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലേ AUT ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, ഇതെല്ലാം ഈ വഴി പോയാൽ നമുക്ക് കയറാൻ പറ്റും. ഇവിടെയും കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഈ ഏരിയാസിലൊക്കെ ഒരുപാട് ഷോപ്സ് ഉണ്ട്. കാരണം യൂണിവേഴ്സിറ്റിയൊക്കെ അടുത്തായതുകൊണ്ട് സ്റ്റുഡൻസ് എല്ലാം വരുന്ന ഷോപ്സാണ് ഇതെല്ലാം. പിന്നെ സ്റ്റുഡൻസ് എല്ലാം കൂടുതലും പാർട്ട് ടൈം ചെയ്യുന്ന ഏരിയ ആണിതും. റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതലും കേട്ടോ. ഈ ഏരിയാസിൽ റെസ്റ്റോറൻറ്റ്സ് ആണ് കൂടുതലും വരുന്നത്. പിന്നെ ആക്കാണെന്നാണ് സിവിക് തിയേറ്റർ. സിവിക് തിയേറ്ററിൽ കൂടുതലും ഇവിടെ ഡ്രാമാസ് ഒക്കെ വരത്തില്ലേ, അങ്ങനെയുള്ളതൊക്കെ നടക്കുന്നതാണ് ഈ തിയേറ്ററിൽ. പിന്നെ ഈ കാണുന്ന ഇവൻറ്റ് മാക്സിലാണ് ഫിലിംസൊക്കെ റിലീസ് ആവുന്നത്. മലയാളം ഫിലിംസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനിതുവരെ ഒന്നും കാണാനായിട്ട് പോയിട്ടില്ല. എവിടെ നിന്ന് നോക്കിയാലും സ്കൈ ടവർ കാണാൻ പറ്റും. ഇവൻറ്റ് മാക്സും സിവിക് തിയേറ്ററും. സിവിക് തിയേറ്ററിൽ കൂടുതലും ഇതുപോലെയുള്ള ഡ്രാമാസ്, പിന്നെ എന്തെങ്കിലും ഫങ്ഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും നടക്കുന്നത്. പിന്നെ ഇത് പോണ വഴിക്കുള്ള കുറേ ഷോപ്സാണ്. ഞാൻ ഈ ഏരിയാസിലോട്ടും വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. മാക്ഡൊണാൾഡ്സ്, ഫുഡ് ലോക്കർ, പിന്നെ അങ്ങനെയുള്ള കുറേ കുഞ്ഞു കുഞ്ഞു ഷോപ്സാണ്. പിന്നെ അത് കഴിഞ്ഞ് ബബ്ലൂസും ചേട്ടനും വീട്ടിൽ പോയി കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോയി. അവളിവിടെ അടുത്തൊരു ഷോപ്പിൽ വരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിളിച്ച് അവളെയും കൂടെ കണ്ടിട്ട് പോകാമെന്ന്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.